ഇനി എൻ്റെ പഞ്ചായത്താണ്. എൻ്റെ പഞ്ചായത്തിൽ നിന്ന് ചെല്ലാനം പഞ്ചായത്തിനെ കുറിച്ചാണ്. കടൽക്ഷോഭവും വികസന മുരടിപ്പുമാണ് കൊച്ചി ചെല്ലാനം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ 2 തവണയായി പഞ്ചായത്ത് ഭരണം നടത്തുന്ന LDF വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ കടൽക്ഷോഭം തടയാൻ ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽ ഭിത്തി നിർമ്മിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നത്. എറണാകുളം ജില്ലയിലെ തീരദേശ ഗ്രാമമാണ് ചെല്ലാനം. കടൽക്ഷോഭത്തിൽ വലയുന്ന ജനങ്ങളുടെ ദുരിത ജീവിതം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലും പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായിരുന്നത്. UDF-ന് മേൽക്കൈയുണ്ടായിരുന്ന പഞ്ചായത്ത് കഴിഞ്ഞ 2 തവണയായി LDF ആണ് ഭരിക്കുന്നത്. 2020-ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണങ്ങളും അന്ന് ഉയർന്നിരുന്നു. തുടർന്ന് സമുദായ നേതാക്കളുടെ അടക്കം പിന്തുണയോടെ ചെല്ലാനം 2020 എന്ന സംഘടന രൂപീകരിക്കുകയും ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. വീണ്ടും തിരഞ്ഞെടുപ്പെത്തുമ്പോൾ കടൽക്ഷോഭവും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ചർച്ചയാകുന്നത്. കടൽക്ഷോഭം തടയാൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ 7.3 കിലോമീറ്റർ ദൂരം ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചതാണ് LDF തങ്ങളുടെ ഭരണ നേട്ടമായി ഉയർത്തി കാണിക്കുന്നത്. 47 തീരദേശ നിയോജക മണ്ഡലമുണ്ട്. ആ 47 തീരദേശ നിയോജക മണ്ഡലത്തിൽ കേരളത്തിലുള്ള ഒരു മണ്ഡലങ്ങൾക്കും കിട്ടാത്തത്രയും ഫണ്ട് നമ്മുടെ ചെല്ലാനം എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിന് കിട്ടിയിട്ടുണ്ട്. ലോകഭൂപടത്തിൽ ഇന്ന് ചെല്ലാനം മോഡൽ എന്ന രീതിയിൽ അത് ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിലെ പകുതി സ്ഥലങ്ങളിൽ മാത്രമാണ് കടൽഭിത്തിയുടെ നിർമ്മാണം നടന്നിട്ടുള്ളതെന്നും ബാക്കി പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണെന്നും UDF ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കടൽഭിത്തി നിർമ്മാണം. ഇത് പുത്തൻതോട് വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ടുള്ള വർക്ക് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അടിസ്ഥാന വികസനത്തിലും പഞ്ചായത്ത് പിന്നിലാണെന്ന ആരോപണവും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. ഇവിടെ എത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം വെയിലത്ത് വരി നിൽക്കേണ്ടി വരുന്നതായി BJP ആരോപിക്കുന്നു. ചെല്ലാനം പഞ്ചായത്തിൽ 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത്. അതിന്ന് സ്വന്തം കെട്ടിടം സ്വന്തമായ സ്ഥലത്ത് കെട്ടിടം ഉണ്ടായിട്ട് ഇന്ന് വാടകയ്ക്ക് ആണ് ആശുപത്രികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചെല്ലാനത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി 1.5 കോടി ചിലവിൽ പുതിയ കെട്ടിടം ഉയരുന്നുണ്ടെന്നാണ് LDF പറയുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നതായും LDF നേതാക്കൾ വ്യക്തമാക്കി. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരികയും ഞങ്ങൾ അപേക്ഷകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ KJ മാക്സിയുടെ നേതൃത്വത്തിൽ 1.5 കോടി രൂപയുടെ വർക്കാണിപ്പോൾ ഈ നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീണ്ടും 1 കോടി 43 ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 3 തവണയാണ് പഞ്ചായത്തിലെ ഭരണം മാറിമറിഞ്ഞത്. LDF-നും 2020-ക്കും 9 വീതം അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 2020 ഭരണത്തിൽ നിന്നും വിട്ടുനിന്നു. അതോടെ LDF ഭരണസമിതി അധികാരത്തിലേറി. എന്നാൽ 1.5 വർഷം പിന്നിട്ടപ്പോൾ 2020 UDF-നൊപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഇത് പാസ്സാവുകയും ചെയ്തു. പിന്നീട് UDF 2020 ഭരണസമിതി അധികാരത്തിലെത്തി. മാസങ്ങൾക്ക് ശേഷം LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 2 2020 അംഗങ്ങൾ കൂറുമാറിയതോടെ വീണ്ടും LDF അധികാരത്തിലെത്തി. 2020 അംഗമായിരുന്ന KL ജോസഫിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകിയാണ് LDF കൂടെ കൂട്ടിയത്. കടൽക്ഷോഭം പ്രധാന വിഷയമാക്കി ഉയർത്തി കാണിച്ച 2020-ക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 2020 അപ്രസക്തമായെന്നും നഷ്ടപ്പെട്ട സീറ്റുകൾ തിരികെ പിടിച്ച് അധികാരത്തിലെത്തുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. ചെല്ലാനത്തെ പോലുള്ളൊരു പഞ്ചായത്തിൽ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കടന്നുവരവും അത് വളരെ പെട്ടെന്ന് ഒരു മാറ്റം ജനിപ്പിക്കുമെന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവരികയും പിന്നീട് അവർക്കിടയിൽ തന്നെയുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആ സംഘടനയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തൊരവസ്ഥയാണ് ചെല്ലാനത്തുണ്ടായത്. ചെല്ലാനത്ത് കടൽക്ഷോഭം ശക്തമായിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായതും ഈ കടൽക്ഷോഭമാണ്. ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തിയുടെ നിർമ്മാണമാണ് LDF ഉയർത്തിക്കാട്ടുന്ന പ്രധാന വികസന നേട്ടം. എന്നാൽ ആദ്യഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളെന്നും 2ാം ഘട്ടം എപ്പോഴാരംഭിക്കുമെന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.